ഉമ, ഗുരുവാണി വായിക്കൂ. നാടിന്റെ ഉദ്ധാരണം വീടിന്റെ ഉദ്ധാരണം വഴി നടക്കണം. എങ്ങനെയാണ് വീടിനെ ഉദ്ധരിക്കുന്നത്? കുറെ പണം കിട്ടാനുള്ള വഴികൊണ്ട് മാത്രം വീട് ഉദ്ധരിക്കപ്പെടുമോ? വീടിന്റെ ഉദ്ധാരണം നടക്കണമെങ്കിൽ ആദ്യ ഗുരുവായ അമ്മ എന്ന സ്ത്രീ നന്നാകണം, അറിവുള്ളവളാകണം. ഒരു സ്ത്രീയെങ്കിലും വിവേകത്തിലേക്ക് നയിച്ചാൽ ഒരു വീട് നന്നാകും, അവളുടെ അടുത്ത തലമുറ നന്നാകും. ഇത് ഈശ്വരാർപ്പണമായി ചെയ്താൽ ഈ വിതച്ച ഒരു വിത്ത് ലോകം മുഴുവൻ വ്യാപിക്കും. മനസ്സിലായില്ലേ? നമ്മളെപ്പോലുള്ള സ്ത്രീകളിലൂടെയാണ് ഈ ലോകത്ത് നന്മയുടെ വെളിച്ചം പിറക്കേണ്ടത്. നമുക്കെങ്ങനെ അത് സാധിക്കും? സത്യശുദ്ധിയും മനഃശുദ്ധിയും പാതിവൃത്യശുദ്ധിയും സൂക്ഷിക്കണം. അനസൂയെ പോലെ. അനസൂയയുടെ പാതിവൃത്യത്തിൽ അസൂയ പൂണ്ട ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പത്നിമാർ അവളെ പരീക്ഷിക്കാൻ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിയോഗിച്ചു. സന്യാസിമാരുടെ രൂപത്തിൽ വന്ന അവർ അവളോട് ആവശ്യപ്പെട്ടത് തങ്ങളുടെ മുന്നിൽ ജനിച്ചപടി നിന്നുകൊണ്ടുള്ള സൽക്കാരമായിരുന്നു. തന്റെ ഭർത്താവായ അത്രി മഹർഷിയുടെ ആത്മപ്രകാശത്തിലൂടെ തന്നെ അപകടപ്പെടുത്താനെത്തിയ ദേവന്മാരെ അവൾ തിരിച്ചറിഞ്ഞു. ഭർത്താവിന്റെ പാദം കഴുകിയ തീർത്ഥം തളിച്ചപ്പോൾ അവർ മൂവരും കൈക്കുഞ്ഞുങ്ങളായി മാറി. അപ്പോൾ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവൾക്ക് അവരെ സൽക്കരിക്കാനും കഴിഞ്ഞു. ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തിന്റെ മഹത്വം മനസ്സിലായില്ലേ? അമ്മ അനസൂയെപ്പോലെ ഉള്ളവളും അച്ഛൻ ആകാശം പോലെ തെളിഞ്ഞ മനസ്സുള്ളവനുമായിരിക്കണം. ചില പാവങ്ങളുണ്ട്, സ്വന്തം പേര് പോലും കള്ളം പറയുന്നവർ. അവരുടെയൊക്കെ മനസ്സെങ്ങനെ ആകാശം പോലെ തെളിഞ്ഞിരിക്കും? നമ്മളുടെ നീക്കങ്ങൾ ഇവിടെ ആരൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് കള്ളം പറഞ്ഞത് അവൾക്ക് എങ്ങനെ മനസ്സിലായി? ആശ്രമത്തിൽ വരുന്നതിന് മുമ്പ് നിന്നെ അവൾക്ക് അറിയാമായിരിക്കും. ഇല്ല, അതിന് സാധ്യതയില്ല. എൻ്റെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. ഇവിടെന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ഇവിടെ ചില കുട്ടികൾക്ക് ദർശനമുണ്ടെന്നോ പൂർവജന്മം അറിയാമെന്നൊക്കെയാ ഇവർ പറയുന്നത്. ഇനി ചിലപ്പോ അങ്ങനെ വല്ലതും മനസ്സിലാക്കിയതായിരിക്കുമോ? അതൊക്കെ വിശ്വസിച്ചിരുന്നാലേ അവസാനം ഇവർ നമ്മളെ പോലീസിന് ഒറ്റിക്കൊടുക്കും. അതിനു മുമ്പ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാണ് ബുദ്ധി. പക്ഷെ നമുക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ദൂതിനെത്തുന്നവരെ ഇവിടെ തന്നെ തങ്ങാനാ നമുക്ക് നിർദ്ദേശം. നമ്മളതനുസരിച്ചേ പറ്റൂ. ഏതായാലും ഇവരുടെ മഹാമനസ്കത നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മൾ വളരെ കരുതി തന്നെ ഇരിക്കണം. ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. വളരെ പണ്ട് മുതൽ തന്നെ വൈദിക സമ്പ്രദായം സ്ത്രീകളെ ആത്മീയ മാർഗത്തിൽ നിന്ന് മാറ്റി നിർത്തി, അവരെ ദേവദാസികളാക്കി മാറ്റി. അന്നു തൊട്ട് ലോകം നാശത്തിലേക്ക് വീണു തുടങ്ങി. സ്ത്രീ അമ്മയാണ്. അറിവുള്ള അമ്മമാരിലൂടെ മാത്രമേ നന്മയുള്ള സന്താനങ്ങൾ പിറക്കുകയുള്ളൂ. പാശ്ചാത്യ ലോകത്തെ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് എങ്ങനെ ആത്മബോധം ഉണ്ടാകാനാണ്? ചുരുക്കി പറഞ്ഞാൽ ഗുരു ആഗ്രഹിക്കുന്നത് നല്ല ഗൃഹസ്ഥാശ്രമികളിലൂടെയുള്ള ലോകത്തിന്റെ മാറ്റമാണ്. ഞങ്ങളെപ്പോലെ ഒരുപാട് കുടുംബങ്ങൾ ഈ ആശ്രമത്തിനകത്തും പുറത്തുമായി കഴിയുന്നു. ഇവൾ മൂത്ത മകൾ വൈദേഹി. ഞങ്ങളെല്ലാം അമ്പലത്തിൽ കയറി ഒളിച്ചതായിരുന്നു. പെട്ടെന്നായിരുന്നു അവരെല്ലാം വന്നത്. ഞങ്ങളുടെ ആണുങ്ങളെ എല്ലാം ദുഷ്ടന്മാര് വെട്ടിക്കൊന്നേ. ഈ ലോകമെല്ലാം ഇരുട്ടിലാണ് മക്കളെ. ഈ ലോകമെല്ലാം ഇരുട്ടിലാണ് മക്കളെ.
നമ്മുടെ മല്ലാക്കല്ലേ ഇത്? വീടിന്റെയും നാടിന്റെയും രാജ്യത്തിന്റെയും ഉലകത്തിന്റെയും കർമ്മദോഷ നിവാരണത്തിനുള്ള ശ്രമമാണ് ആശ്രമം. ഇവിടെയും കൂടി ചോര ഒഴുക്കി ഈ ആശ്രമത്തിന്റെ മഹിമ കളങ്കപ്പെടുത്താമെന്ന് ആരും കരുതരുത്. ഈ കാരുണ്യഭൂമി ജാതിമത ചിന്തകൾക്ക് അതീതമാണ്. യുഗാന്തരങ്ങളായി ദൈവം ആഗ്രഹിച്ച കർമ്മത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൂതനും കറുത്തവനും വെളുത്തവനും കൂടി ജാതി പറഞ്ഞ് പങ്കിട്ടെടുക്കാൻ കഴിയാത്ത ഒരു പുതിയ തലമുറയിലൂടെയാണ് ലോകത്ത് ശാന്തി പിറക്കേണ്ടത്. ഈ സത്യദർശനം ലോകത്തിന് പകരുന്ന കരുണാമയനായ ഗുരുവിന്റെ സന്നിധിയാണിത്. ഇതിന്റെ വിശുദ്ധി കാണാനുള്ള അകക്കണ്ണടഞ്ഞ് നിങ്ങൾ അന്ധന്മാരായി പോകരുത്. വേഷം മാറണം. തൊപ്പി വെച്ച അഭയാർത്ഥികളായിട്ട് വേണം അവരുടെ ക്യാമ്പിനുള്ളിലേക്ക് കിടക്കാൻ. എല്ലാം നേരം പുലരുന്നതിന് മുമ്പ് വേണം. ക്യാമ്പിനുള്ളിലേക്ക് കിടക്കാൻ ഇത് മാത്രമാണ് ഒരു വഴി. വാനിൽ എക്സ്പ്ലോസീവ് കരുതിയിട്ടുണ്ട്. പുറത്ത് കിടക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. ഗേറ്റിൽ കാവലുണ്ട്. വല്ല ദുസ്വപ്നവും കണ്ടു ഉണർന്നതായിരിക്കും. ഗുരുവിനെ ധ്യാനിച്ചു കിടന്നുറങ്ങ്. സ്വപ്നമല്ല, ദർശനമാണ്. എങ്കിലത് ഗുരുവിനോട് പറയാം. നാളെ ആവട്ടെ. ഞാൻ ഗുരുവിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഗുരു എനിക്ക് അനുവാദവും തന്നു. രഘുരാമ, എനിക്ക് തലയിട്ടുന്നു. നിങ്ങൾ എന്നെ ഇവിടെ വിട്ടേ. സാരമില്ല, നിങ്ങൾ തളരരുത്. മാതൃരാജ്യത്തിന്റെ അവകാശികളാണ് നിങ്ങൾ. ഇവിടെ മറ്റൊരുത്തരും ഇടം കൊടുക്കരുത്. കൊല്ലണം, ഒന്നിനെയല്ല, നമുക്കേറെ തലവെക്കുന്ന എല്ലാത്തിനെയും ചാവരപ്പെടേണ്ട ലക്ഷ്യമാണ്. ഞാൻ രാമേട്ടനെ കൊണ്ട് കടത്തിട്ട് വരാം. നിങ്ങൾ പുറത്ത് കാത്തിരിക്കും. നടുമുറ്റം കടന്ന് അയാൾ പർണശാലയിലേക്ക് വരും. അവിടെ വെച്ച് തടയണം. അയാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ ജന്മത്തിൽ ഗുരു എനിക്ക് തന്ന ഒരു അവസരമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ. ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. വഴി തടയുന്ന നായ്ക്കളുടെ നെഞ്ചിലൊഴിക്കാനുള്ള നിറയുണ്ടതിൽ. നമ്മുടെ രാജ്യത്തിന്റെ മാനം കാക്കാനാണ് പകരം ചോദിക്കുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. ചെല്ല്. ക്യാമ്പിനകത്ത് കിടന്നാലുടൻ നാലുപാടും ചിതറി ഓടണം. അവിടൊക്കെ സാധനം വീശി വിതരണം. പൊട്ടിത്തെറിക്കും. രക്ഷപ്പെടാനൊരു തരി പോലും ബാക്കി കളരുത്.